സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ ബഹുജന അവബോധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേരള ലക്ഷദ്വീപ് റീജിയണൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി റീൽ മത്സരം സംഘടിപ്പിക്കും. ഒന്നാം സമ്മാനം 75,000 രൂപയും രണ്ടാം സമ്മാനം 50,000 രൂപയും മൂന്നാം സമ്മാനം 25,000 രൂപയുമാണ് നൽകുന്നത്. RBI റിയലത്തോൺ 2026 എന്ന പേരിൽ നിയമവിരുദ്ധ വായ്പാ ആപ്പുകൾ, മ്യൂൾ അക്കൗണ്ടുകൾ, ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പുകൾ എന്നീ 3 വിഷയങ്ങളിലാണ് റീൽ മത്സരം സംഘടിപ്പിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു വിഷയം ആസ്പദമാക്കി 3 മിനിറ്റ് ദൈർഘ്യം മാത്രം വരുന്ന ബോധവൽക്കരണ റീലുകളാണ് മത്സരാർത്ഥികൾ അയക്കേണ്ടത്. മത്സരത്തിന്റെ രജിസ്ട്രേഷനായി വിദ്യാർത്ഥികൾ RBIയുടെ വെബ് പേജിലുള്ള റിയലത്തോൺ 2026 എന്ന ലിങ്കിൽ കയറി വിവരങ്ങൾ നൽകാമെന്നും ഒന്നാം സ്ഥാനക്കാർക്ക് 75,000 രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് 50,000 രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് 25,000 രൂപയുമാണ് സമ്മാനമായി നൽകുന്നതെന്ന് ആലപ്പുഴ ലീഡ് ബാങ്ക് ജില്ലാ മാനേജർ M. അരുൺ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. RBI റീലത്തോൺ 2026 എന്നാണ് ഈ കോമ്പറ്റീഷന്റെ പേര്. വിദ്യാർത്ഥികളിൽ സാമൂഹിക അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു കോമ്പറ്റീഷൻ നടത്തുന്നത്. ഒന്നാം സമ്മാനം 75,000 രൂപ, രണ്ടാം സമ്മാനം 50,000 രൂപ, മൂന്നാം സമ്മാനം 25,000. നിയമവിരുദ്ധമായ ലോൺ ആപ്പുകൾ, മ്യൂൾ അക്കൗണ്ടുകൾ, ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പുകൾ, ഈ 3 വിഷയങ്ങളിൽ ഊന്നിയാണ് നമ്മൾ ഒരു റീൽ ഉണ്ടാക്കേണ്ടത്. കോളേജുകളിലെ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ ഒരു കോമ്പറ്റീഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറേഞ്ച്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ RBI റീലത്തോൺ 2026 എന്ന പേജിൽ പോവുകയാണെങ്കിൽ അതിൽ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷനും അതുപോലെ റീൽ സബ്മിറ്റ് ചെയ്യാനുള്ള ലിങ്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. ക്യാഷ് പ്രൈസ് കൂടാതെ മത്സരാർത്ഥികൾ അയക്കുന്ന റീലുകളിൽ ഏറ്റവും കൂടുതൽ ശ്രോതാക്കളുള്ള റീലുകൾ നിർമ്മിച്ചവർക്ക് പ്രത്യേക സമ്മാനങ്ങളും ഒരുക്കിയിട്ടുള്ളതായും അധികൃതർ സൂചിപ്പിച്ചു. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾ 2026 ഓഗസ്റ്റ് 15 മുൻപായി എൻട്രികൾ RBI വെബ്സൈറ്റ് വഴി അയക്കണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു.